എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മീൻ ചന്തയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇത് CD കുറിച്ചിയാണ്. CD കുറിച്ചി മേടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ തോട്ടപ്പള്ളിയിൽ ഇത്രയും വിലയില്ല ഈ CD കുറിച്ചിക്കെന്നും പറഞ്ഞ് അച്ഛൻ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലാസ്റ്റ് CD കുറിച്ചി തന്നെ മേടിച്ചു കേട്ടോ. CD കുറിച്ചിക്ക് ഈ ചേട്ടൻ പറഞ്ഞ വില 1 കിലോയ്ക്ക് 200 രൂപയാണ്. ഞങ്ങൾ 1/2 കിലോയാണ് മേടിച്ചത്. 100 രൂപയ്ക്കാണ് ഞങ്ങൾ CD കുറിച്ചി മേടിച്ചത്. എല്ലായിടത്തും ഈ മീനിൻ്റെ പേര് CD കുറിച്ചി എന്നാണോ എന്ന് എനിക്കറിയത്തില്ല. ചിലർ വലിയ കുറിച്ചി എന്ന് പറയും, ചിലർ CD കുറിച്ചി എന്ന് പറയും, ചിലർ പരന്ന മീനെന്ന് പറയും. അപ്പം ഞങ്ങളിതിനെ CD കുറിച്ചി എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 1/2 കിലോ മതിയെന്നും പറഞ്ഞ് CD കുറിച്ചി അങ്ങ് മേടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണിത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. വറുത്ത് തിന്നാനാണെങ്കിലും കറി വെച്ച് കഴിക്കാനാണെങ്കിലും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ്. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ മേടിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് നല്ല പച്ചക്കറിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല നാടൻ തക്കാളിയാണ് കിട്ടുന്നത് കേട്ടോ. എന്തായാലും പച്ചക്കറിയും മേടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. പച്ചക്കറിയായിട്ട് കോവയ്ക്കയാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ കോവയ്ക്കയെല്ലാം നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തു. ഇനി അരിയൽ പരിപാടിയാണല്ലോ. അപ്പോൾ അരിയാൻ വേണ്ടി ഞാനിവിടെ വട്ടത്തിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. കോവയ്ക്ക നല്ല ചെറിയ ചെറിയ പീസായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുത്തു. ചിലർ കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കുമ്പോഴത്തേക്കും അധികം അങ്ങോട്ട് വേവിക്കത്തില്ല. പക്ഷേ എനിക്ക് നല്ല മൊരിഞ്ഞ് വരുന്ന കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. കോവയ്ക്ക മെഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കുകയാണ്. അപ്പോൾ കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും സവാളയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. ഇച്ചിരി ഉപ്പ് ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. മൂടി വെച്ചാണ് ഞാനിവിടെ വേവിക്കുന്നത്. അപ്പോൾ CD കുറിച്ച് നമ്മൾ 2 എണ്ണം എടുത്ത് വറുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തേക്ക് എന്തായാലും മീൻ കറി വെക്കുന്നില്ല. അപ്പം മീൻ നമ്മൾ തലേദിവസത്തെ മീൻ ഇരിപ്പുള്ളത് കൊണ്ട് തന്നെ, മീൻ കറി ഇരിപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മളിന്ന് മീനെടുത്ത് വറുക്കുകയാണ് കേട്ടോ. നാളെ നമുക്ക് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കോവയ്ക്കയെല്ലാം മെഴുക്ക് പുരട്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ മീനും കൂടെ അങ്ങ് വെട്ടിയെടുത്തു. CD കുറിച്ചിയിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ലേശം ഉപ്പും മസാലപ്പൊടിയും ഒക്കെ ചേർത്തൊന്ന് പുരട്ടിയെടുത്തു കേട്ടോ. അപ്പോൾ CD കുറിച്ചി നമ്മൾ വറുക്കുന്നതിന് മുമ്പായിട്ട് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നമ്മുടെ CD കുറിച്ചി എടുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ CD കുറിച്ചി 2 എണ്ണം വെക്കാനുള്ള സ്ഥലമില്ലെങ്കിലും ഞാൻ വീണ്ടും ഒരെണ്ണം കൂടെ അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുത്തു. പിന്നെ ഇനി സമയം പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ 2 എണ്ണം വെച്ച് കൊടുത്തു. അങ്ങനെ വറുത്തെടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് നമുക്ക് കോവയ്ക്ക മെഴുക്കുവരട്ടിയും നമ്മുടെ മീൻ വറുത്തതും CD കുറിച്ചി വറുത്തതും അതുപോലെ തന്നെ തലേ ദിവസത്തെ മീൻ കറി ഇത്തിരി ഉണ്ടായിരുന്നു. അതുമായിരുന്നു ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ്. അപ്പം ഉച്ചയൂണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ CD കുറിച്ചിയും കോവയ്ക്ക മെഴുക്കുവരട്ടിയും പിന്നെ നമ്മുടെ തലേ ദിവസത്തെ കറിയും കൂടെ കൂട്ടി ചോറ് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ടാറ്റാ.